ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിതിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LICയിൽ നിലവിലുള്ള പെൻഷൻ പ്ലാനുകൾ ഏതെല്ലാമാണ്, അത് ഓരോരുത്തർക്കും ഏതെല്ലാം ജോയിൻ ചെയ്യാം, ടാക്സബിൾ ആയിട്ടുള്ള പെൻഷൻ ഏതാ, ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെൻഷൻ ഏതാണ്. ശരിക്കും പെൻഷനെ കുറിച്ച് പറയുമ്പോൾ പെൻഷൻ ശരിക്കും നമ്മളുടെ ഒരു ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. പക്ക പെൻഷനായിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നമ്മുടെ ഇൻകം ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് അതിന് ടാക്സ് ലയബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആ പെൻഷൻ വാങ്ങിക്കുന്ന സമയത്ത് ഇൻകം ടാക്സ് റൂൾ അനുസരിച്ച് എത്ര എമൗണ്ട് വരെയുള്ള ഇൻകം ആണോ ടാക്സബിൾ ലിമിറ്റിനേലും താഴെ നിൽക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പെൻഷന് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ഇനി നമ്മൾക്ക് കിട്ടുന്ന പെൻഷനും ഇല്ലെങ്കിലും നമ്മുടെ മറ്റു വരുമാനങ്ങളെല്ലാം കൂടി നോക്കുമ്പോൾ ടാക്സബിൾ ലിമിറ്റിന് അതിനേലും കൂടുതൽ നമ്മളുടെ ഇൻകം വരുന്നുണ്ടെങ്കിൽ ആ കൂടുതൽ വരുന്ന ഇൻകത്തിന് ഇൻകം ടാക്സിൻ്റെ അന്നത്തെ റൂൾ അനുസരിച്ച് അന്നത്തെ സ്ലാബ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ടത്. ഈ പെൻഷൻ പ്ലാനിലുള്ള പെൻഷനുകളൊന്നും LIC TDS പിടിക്കുന്നില്ല, പക്ഷെ നമ്മളുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാത്ത ടാക്സ് ഫ്രീ ആയിട്ടുള്ള, അതിന് പെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഞാനിന്ന് ഏതൊക്കെയാണ് പ്രൊഡക്റ്റുകൾ എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്താം. അതുപോലെ നമ്മൾ പെൻഷൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പെൻഷൻ വാങ്ങിക്കാം. ഒന്നുകിൽ നമ്മൾക്ക് റെഗുലറായിട്ട് ഒരു പ്രീമിയം അടച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾക്ക് ഒരു ഏജിൽ പെൻഷനായിട്ട് വാങ്ങിക്കാം, അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലിപ്പോൾ ഒരു ബൾക്ക് എമൗണ്ട് ഉണ്ട്, അത് ഒരുമിച്ചിട്ടിട്ട് നമ്മൾക്ക് പെൻഷൻ വാങ്ങിക്കാം. അതുപോലെ പെൻഷൻ വാങ്ങിക്കുന്നത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഏജ് ആയ ഒരാളാണ്, ഒരു 60 വയസ്സായ ആളാണ്, ആൾക്ക് വേണമെങ്കിൽ നമ്മൾക്കൊരു ബൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അടുത്ത മാസം മുതൽ പെൻഷൻ വാങ്ങിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു 40 വയസ്സേ ആയിട്ടുള്ളൂ, ഇപ്പോൾ പെൻഷൻ ആവശ്യമില്ല, എനിക്കൊരു 10 വർഷം കഴിഞ്ഞിട്ട് മതി, ഇല്ലെങ്കിൽ 12 വർഷം കഴിഞ്ഞിട്ട് മതി. അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാനുള്ള പ്ലാനുകൾ LICയിലുണ്ട്. നമ്മളുടെ പ്രീമിയം ബഡ്ജറ്റിനനുസരിച്ചും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചും എടുക്കാവുന്ന പ്ലാനുകളുണ്ട്. ആ പ്ലാനുകളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഓരോ പ്ലാനുകളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതെല്ലാം പെൻഷൻ പ്ലാനുകളാണ് ഉള്ളത് എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യമേ ഇപ്പോൾ നമ്മളൊരു ബൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് പെൻഷൻ വേണം, അടുത്ത മാസം തുടങ്ങി നമുക്ക് പെൻഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് രണ്ട് പ്രൊഡക്റ്റുകളാണുള്ളത്. ഒന്ന് ജീവൻ അക്ഷയ്. ഈ ജീവൻ അക്ഷയ് 7 ആണ്. ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, LIC ജീവൻ അക്ഷയ് മലയാളം അടിച്ചാൽ ഞാനോ അല്ലെങ്കിൽ മലയാളത്തിൽ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണോ നിങ്ങൾക്ക് വേണ്ടത് അത് അടിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. അക്ഷയ് 7 ആണ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള. അതിൻ്റെ ടേബിൾ നമ്പർ 857. അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് അവൈലബിൾ ആണ്. അതുപോലെ ഇത് ഇമ്മീഡിയറ്റ് പെൻഷൻ കിട്ടുന്ന ഒരു പ്ലാനും കൂടി ഉണ്ട്, സരൾ പെൻഷൻ. സരൾ പെൻഷനും ഇതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമുക്ക് പെൻഷൻ വാങ്ങിക്കാവുന്ന ഒരു പ്ലാനാണ്. അപ്പോൾ സരൾ പെൻഷനിൽ എപ്പോഴും സറണ്ടർ, അതായത് ഇപ്പോൾ നമ്മൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊരു എമർജൻസി വന്ന് നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ സരൾ പെൻഷനിൽ വിഡ്രോ ചെയ്യാവുന്ന എമൗണ്ട് ജീവൻ അക്ഷയനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. അതായത് 5% അതിൽ സറണ്ടർ ചാർജ് ഉള്ളൂ. അതാണ് സരൾ പെൻഷൻ്റെ പ്രത്യേകത. രണ്ടിലും ഇമ്മീഡിയറ്റ് പെൻഷനാണ് കിട്ടുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണ്ട പെൻഷൻ എമൗണ്ട്, ഇപ്പോൾ വേണ്ട, എനിക്ക് ഇപ്പോൾ ഏജ് കുറവാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു 50 വയസ്സായിട്ടുള്ളൂ, എനിക്കൊരു 60 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ശാന്തി ഓപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ജീവൻ ധാര 2 ഓപ്റ്റ് ചെയ്യാം. ജീവൻ ശാന്തി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എമൗണ്ട്, ജീവൻ ശാന്തിയുടെ ടേബിൾ നമ്പർ 858 ആണ്. അതൊരു സിംഗിൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലൈഫ് ലോങ് പെൻഷൻ, അതെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് 1 വർഷം മുതൽ 12 വർഷം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പെൻഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണോ പെൻഷൻ വാങ്ങിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അത് നമ്മൾ ഇടുന്ന എമൗണ്ടിൻ്റെ ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത്. അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് പിന്നീടത്തേക്ക് പെൻഷൻ മതി എന്നുണ്ടെങ്കിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ജീവൻ ധാര 2. പുതിയൊരു പ്രൊഡക്റ്റ് വന്നതാണ്. ജീവൻ ധാര 2 നമ്മൾക്ക് വേണമെങ്കിൽ ബൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടും എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റെഗുലർ പ്രീമിയം നമ്മൾ അടച്ചിട്ടും
നമ്മൾക്ക് പെൻഷൻ അതായത് വയസ്സിലാണോ വേണ്ടത് ആ രീതിയിൽ വാങ്ങിക്കുക. അപ്പോൾ നമുക്കൊരു 50 വയസ്സേ ആയിട്ടുള്ളൂ, 60 വയസ്സിൽ പെൻഷൻ മതി എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബൾക്ക് എമൗണ്ട് 50 വയസ്സിൽ ഇട്ടിട്ട് 60ാമത്തെ വയസ്സ് മുതൽ പെൻഷൻ വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 60 വയസ്സ് വരെ ഒരു റെഗുലർ പ്രീമിയം വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 60ാമത്തെ വയസ്സിൽ മുതൽ പെൻഷൻ വാങ്ങിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾക്ക് ഇട്ട എമൗണ്ട് നമ്മൾക്ക് തന്നെ 75ാമത്തെ വയസ്സിൽ തിരിച്ചു കിട്ടുക, അതിൻ്റെ കൂടെ ലൈഫ് ലോങ് പെൻഷൻ, അല്ലെങ്കിൽ 80ാമത്തെ വയസ്സിൽ ഇട്ട എമൗണ്ട് തിരിച്ചു കിട്ടുക, എന്നാലും ലൈഫ് ലോങ് പെൻഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റെഗുലർ പ്രീമിയം, സിംഗിൾ പ്രീമിയം അവൈലബിൾ ആണ്. അതുപോലെ വരുന്ന ഒരു പെൻഷൻ പ്ലാൻ, അതായത് ഇപ്പോൾ നമ്മൾക്ക് ചെറിയ എമൗണ്ടുകൾ ഇട്ടിട്ട് നമ്മൾക്ക് ഭാവിയിലേക്ക് ഒരു പെൻഷൻ വാങ്ങിക്കണം, അതും നമ്മൾക്ക് ഗ്രോത്ത് കുറച്ച് കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് യൂലിപ്പ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിലെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിലായിരിക്കും. മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ആയിരിക്കും നമ്മളതിൻ്റെ ഫണ്ട് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട്. അതാണ് LICയുടെ ന്യൂ പെൻഷൻ പ്ലസ്. അതിൽ നമുക്ക് സിംഗിൾ പ്രീമിയം അടയ്ക്കാനുള്ള ഓപ്ഷനും ഉണ്ട്, റെഗുലർ പ്രീമിയം വാങ്ങിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ടേം നമുക്ക് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ ആ പ്ലാനിൽ 60 വയസ്സാകുമ്പോൾ ഒരെമൗണ്ട് നമുക്ക് കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യാം, ബാക്കി ഫണ്ട് വാല്യൂവിന് പെൻഷൻ പോലെ വാങ്ങിക്കുകയും ചെയ്യാം. ഇനി കമ്മ്യൂട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആ ഫണ്ട് വാല്യൂവിൻ്റെ ഫുള്ള് നമുക്ക് പെൻഷൻ പോലെ വാങ്ങിക്കാം. ഒരുപാട് ഓപ്ഷൻസ് അതിലും വരുന്നുണ്ട്. ന്യൂ പെൻഷൻ പ്ലസിൻ്റെ ടേബിൾ നമ്പർ 867 ആണ്. അതൊരു യൂലിപ്പ് പ്രൊഡക്റ്റും കൂടിയാണ്. അതുപോലെ നിങ്ങൾക്ക് പെൻഷൻ്റെ കൂടെ ഒരു ഇൻഷുറൻസ് കവറേജും കൂടി വേണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതായത് ലൈഫ് ലോങ് പെൻഷൻ പ്ലസ് ഇൻഷുറൻസ് കവറേജ്. പക്ഷെ അതിനെ പെൻഷൻ പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് ടാക്സ് ഫ്രീ ആയിട്ടും നമുക്ക് വാങ്ങിക്കാം. അതിൻ്റെ സർവൈവൽ ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്, പക്ഷെ അത് ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ്. അങ്ങനെ 2 പ്രൊഡക്റ്റുകളുണ്ട്. അതാണ് ഒന്ന് ജീവൻ ഉമംഗ്, ഒന്ന് ജീവൻ ഉത്സവ്. അതിൽ നമ്മൾക്കൊരു ടേമിലേക്ക്, അതിൽ രണ്ടിലും സിംഗിൾ പ്രീമിയം അവൈലബിൾ അല്ല. നമ്മൾ ഒരു റെഗുലർ പ്രീമിയം അടച്ചിട്ട്, അതായത് ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചെറിയ പ്രീമിയം അടച്ചിട്ട് അവർക്കൊരു ലൈഫ് ലോങ് ഇൻഷുറൻസ് കവറേജും അവൈലബിൾ ആണ്. ഷോർട്ട് ടൈമിലേക്ക് പ്രീമിയം അടച്ചാൽ മതി. ഇപ്പോൾ ജീവൻ ഉത്സവമാണെങ്കിൽ 5 വർഷം മുതൽ 16 വർഷം വരെയാണ് ടേം ഉള്ളത്. ഇപ്പോൾ നമുക്ക് 5 വർഷം പ്രീമിയം അടച്ചാലും ലൈഫ് ലോങ് കവറേജും കിട്ടും, ലൈഫ് ലോങ് പെൻഷനും കിട്ടും. അതുപോലെ ജീവൻ ഉമംഗാണെങ്കിൽ മിനിമം പ്രീമിയം പേയിങ് ടൈം വരുന്നത് 15 വർഷമാണ്. അപ്പോൾ അതിലും പ്രീമിയം പേയ്മെൻറ്റ് 15 വർഷം ചെയ്താൽ മതി. ലൈഫ് ലോങ് പെൻഷനും കിട്ടും, ലൈഫ് ലോങ് കവറേജും കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ജീവൻ ഉമങ്ങിൻ്റെ ടേബിൾ നമ്പർ വരുന്നത് 945 ആണ്, ഉത്സവിൻ്റെ 871. അപ്പോൾ ജീവൻ ഉമങ്ങിലും ഉത്സവിലും ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ടാക്സ് ഫ്രീ ആയിട്ടും പെൻഷൻ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് അവിടെ വരുന്ന കണ്ടീഷൻ, നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം 5 ലാഖിനുള്ളിലായിരിക്കണം. ആ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ 10 ടൈംസ് കവറേജ് ഉണ്ടായിരിക്കണം. അതായത് 5 ലാഖ് പ്രീമിയം അടയ്ക്കുമ്പോൾ 50 ലാഖ് എങ്കിലും ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കണം. അതാണ് ടാക്സ് ഫ്രീ. അതായത് ഇൻകം ടാക്സ് ആക്ട് 1020 അനുസരിച്ച് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ ഇപ്പോഴുള്ള റൂളാണ്. അപ്പോൾ ഇപ്പോൾ ജീവൻ ഉത്സവിലാണെങ്കിൽ 5 വർഷം പ്രീമിയം അടച്ച് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കവറേജും ഉണ്ടാവും, ടാക്സ് ഫ്രീ ലൈഫ് ലോങ് റിട്ടേണും ഉണ്ടാവും. 5 ലക്ഷത്തിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ടാക്സിൽ വരുന്നത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം, അതായത് നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് മൈനസ് നമ്മൾ അടച്ച പ്രീമിയം, അപ്പോഴാണ് നമുക്ക് ആ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ആ പ്രോഫിറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോഴാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുവരെ ടാക്സ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ്, അതായത് നമ്മളുടെ LICയിൽ പെൻഷൻ പ്ലാനായിട്ട് എടുക്കാവുന്ന രീതിയിൽ. ഇനി LICയിലെ മറ്റ് പ്രൊഡക്റ്റുകളാണെങ്കിലും, അതായത് സെറ്റിൽമെൻറ്റ് ഓപ്ഷനുള്ള ഏത് പ്ലാനുകൾ വേണമെങ്കിലും നമ്മൾക്ക് എടുത്താൽ, ഇപ്പം നമ്മളുടെ ഏജ് വെച്ചിട്ട് നമുക്കിപ്പോൾ 100 വയസ്സ് വരെ ഒന്നും പെൻഷൻ ആവശ്യമില്ല, അല്ലെങ്കിൽ 80 വയസ്സ് വരെ പെൻഷൻ ആവശ്യമില്ല, നമുക്ക് ഇത്ര വയസ്സ് വരെ മതി പെൻഷൻ. അങ്ങനെയുള്ളവർക്ക് ഈ മറ്റ് പ്രൊഡക്റ്റുകളിൽ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ വഴി 15 വർഷത്തേക്ക് നമ്മൾക്ക് പെൻഷൻ പോലെ ടാക്സ് ഫ്രീ ആയിട്ട് കൊടുക്കാവുന്ന ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പെൻഷൻ പ്ലാനിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു സജഷൻ വേണം, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് ചെയ്യാം.
എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ? വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ